The Renaissance period. The Renaissance period saw the beginning of the scientific revolution. അപ്പോൾ സയൻറ്റിഫിക് റെവല്യൂഷൻ്റെ ബിഗിനിങ് ആണ് നമുക്ക് റിനൈസൻസ് പീരീഡിൽ കാണാൻ പറ്റുന്നത്. ഇറ്റ് മാർക്ക്ഡ് ആൻ ഏരിയ ഓഫ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ക്രിറ്റിസിസം ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. ഇറ്റ് വാസ് എ ക്ലിയർ ബ്രേക്ക് ഫ്രം ദ പാസ്റ്റ്. ഇറ്റ് ചാലഞ്ച് ടു ഓൾഡ് അതോറിറ്റി. അപ്പോൾ ഓൾഡ് അതോറിറ്റി ചാലഞ്ച് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് റിനൈസൻസ് പീരീഡിൽ നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ തന്നെ വിഷ്വൽ ആർട്ട്, മെഡിസിൻ, കെമിസ്ട്രി, നാവിഗേഷൻ ആൻഡ് ആസ്ട്രോണമി. ഇതിൽ വിഷ്വൽ ആർട്ടിൽ പറയുന്നത് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സയൻസ് ഓൾ ഫ്ലറിഷ്ഡ്. അതുപോലെ നേച്ചർ ആൻഡ് ഹ്യൂമൻ ബോഡി, അതിൻ്റെ ഒരു സയൻറ്റിഫിക് അപ്രോച്ച് പ്രിവലൻ്റ് ആയിട്ടുണ്ട്. ദെൻ വി ക്യാൻ സീ ഇൻ ദ പെയിൻറ്റിങ്സ് ഓഫ് ദാറ്റ് പീരിയഡ് വിച്ച് എക്സ്പ്ലോർഡ് ദ സ്മോളസ്റ്റ് ഡീറ്റെയിൽസ് ഓഫ് നേച്ചർ ആൻഡ് ദ ഹ്യൂമൻ ബോഡി. ഇപ്പോൾ നേച്ചറും ഹ്യൂമൻ ബോഡിയുടെ സ്മോളസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ടൈമിലുണ്ടായിരുന്ന പെയിൻറ്റിങ്സിലൂടെ ആണ്. നെക്സ്റ്റ് കമ്മിങ് ടു മെഡിസിൻ, ഡിസെക്ഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി ബിക്കെയിം അക്സെപ്റ്റബിൾ. Then doctors and physiologists directly observed how the human body was constructed. എങ്ങനെയാണ് ഹ്യൂമൻ ബോഡി കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ള ഒബ്സർവേഷൻസൊക്കെ ഡോക്ടേഴ്സും ഫിസിയോളജിസ്റ്റും നടത്തിയിട്ടുള്ള സമയമാണ്. ദെൻ അനാട്ടമി, ഫിസിയോളജി, പത്തോളജി, ആ ഫീൽഡെല്ലാം ഗ്രേറ്റ്ലി ആയിട്ട് ബെനിഫിറ്റ് ചെയ്തു. കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ജനറൽ തിയറി ഓഫ് കെമിസ്ട്രി വാസ് ഡെവലപ്ഡ്. Chemical processes like oxidation, reduction, distillation, amalgamation, etc. were studied. Navigation and astronomy. Vasco da Gama reached the Indian shores in 1498. അതുപോലെ കൊളംബസ് അമേരിക്ക ഡിസ്കവർ ചെയ്തത് 1492-ലാണ്. റിമെമ്പർ ദിസ് വാസ് ദ എറ ഓഫ് എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ആൻഡ് ദ ബിഗിനിങ്സ് ഓഫ് കൊളോണിയലിസം. അപ്പോൾ ഈ ഒരു എറ എന്ന് പറയുന്ന ട്രേഡ് എക്സ്പാൻഷൻ്റെയും അതുപോലെ കൊളോണിയലിസത്തിൻ്റെ ബിഗിനിങ്ങുമാണ്. A strong interest in astronomy, important for successful navigation, also grew. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിനൈസൻസ് പീരിയഡിൽ നടന്നിട്ടുള്ളത്.